ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ പുതിയ ചാനൽ തുടങ്ങുന്നതിനായിട്ട് എൻ്റെ ചാനലിൻ്റെ പേര് കൊളാഷ് ആർട്സ് ക്രിയേഷൻസ് ടെക്നിക്സ്. ആർട്ടിൻ്റെ എല്ലാവിധ ടെക്നിക്കുകളും പുതിയ പരീക്ഷണങ്ങളും എല്ലാവർക്കും വേണ്ടി ഞാൻ അവതരിപ്പിക്കുന്നു, കാണിച്ചു തരുന്നു. എൻ്റേതായിട്ടുള്ള രീതിയിൽ ടെക്നിക്കൽ പരീക്ഷണങ്ങൾ നടത്തി അതിൻ്റെ ചെറിയ കുട്ടികൾക്കും വലിയവർക്കും വേണ്ടി പഠിക്കാനും കണ്ടുപഠിക്കാനും ടെക്നിക്കുകൾ കാണാനും ഈ ചാനലിലൂടെ നിങ്ങൾക്ക് സഹായമാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഞാനിപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ളൊരു ബേഡിനെ വരയ്ക്കാനുള്ള ടെക്നിക്കാണ് കാണിച്ചു തരുന്നത്. ഇനി ചെറുതായിട്ട് ഷെയ്ഡ് ചെയ്യാനുള്ള ഇതും കാണിച്ചു തരാം. നമ്മളെല്ലാവർക്കും വരയ്ക്കത്തക്ക രീതിയിലാണ് ചെയ്യുന്നത്. ഓക്കെ, ഈസി ആയിട്ട് വരയ്ക്കാനുള്ള ഒരു രീതിയിലാണ് ചെയ്യുന്നത് കേട്ടോ. ശ്രദ്ധിച്ചെല്ലാവരും കാണുക. ഇതിൻ്റെ ലീഫുകൾ ലീഫ് 2-3 ടൈപ്പിൽ വരയ്ക്കാം. 1 by 1 ആയിട്ട് വരയ്ക്കാം, ഇങ്ങനെ പിന്നെ കൂട്ടമായിട്ടും വരയ്ക്കാം. ഇപ്പം 1 by ആയിട്ടാണ് വരയ്ക്കുന്നത്. കുട്ടികൾക്ക് കൂടെ വരയ്ക്കത്തക്ക രീതിയിലാണ്
ഇത് വരയ്ക്കുന്നത്. അപ്പോൾ ഇത് പഠിക്കുക. വരും ദിവസങ്ങളിൽ നല്ല നല്ല ഡ്രോയിങ്സ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ സിമ്പിളായിട്ടുള്ള എല്ലാവർക്കും വരയ്ക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്യുന്നത്. ലീഫ് വരയ്ക്കുന്ന രീതി നോക്കുക. ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലീഫുകൾ ഉണ്ട്. അത് പിന്നീട് വരുന്ന അടുത്ത ക്ലാസ്സുകളിൽ കാണിച്ചു തരുന്നതായിരിക്കും. ലീഫിനൊക്കെ ഓരോരോ ഷേപ്പുകളുണ്ട്. പ്രകൃതിയിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷേപ്പുള്ള ലീഫുകളാണുള്ളത്. ഓരോ സീനറികളും വരയ്ക്കുമ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലീഫുള്ള ചെടികൾ വരയ്ക്കുക. അപ്പോൾ ആ പടത്തിന് വ്യത്യസ്തമായ ഇത് കാണാൻ പറ്റും അതിൽ. ഓക്കെ, ഫസ്റ്റ് ടൈം സിമ്പിളായിട്ടുള്ളൊരു വീഡിയോ ചെയ്ത് ഇനി ഇതിൻ്റെ ഷെയ്ഡ് ചെയ്യും. ഫസ്റ്റ് ഒരു ഹാഫ് ടോൺ ഷെയ്ഡ് ചെയ്യണം. ഹാഫ് ടോൺ എന്ന് വെച്ചാൽ ഡാർക്കിൻ്റെയും ലൈറ്റിൻ്റെയും ഇടയ്ക്കുള്ള ഷെയ്ഡാണ് കേട്ടോ. ഓക്കെ, അതായത് ഒരു മീഡിയം പിച്ച്, മീഡിയം ഷെയ്ഡ് കേട്ടോ. ഓക്കെ, കണ്ണിനൊക്കെ മീഡിയം കൊടുത്തിട്ട് ഡാർക്ക് കൊടുക്കണം. മീഡിയം ഷെയ്ഡ് കൊടുക്കുക, ലൈറ്റായിട്ട് ഷെയ്ഡ് കൊടുക്കുക. മീഡിയം കൊടുത്തിട്ട് നഖം ബേഡിൻ്റെ കാല് ഇങ്ങനെ. ഓക്കെ, എല്ലാവർക്കും എളുപ്പം രീതി വരയ്ക്കാവുന്ന രീതിയിലാണ് വരയ്ക്കുന്നത്. കറക്റ്റ് അനാട്ടമി വെച്ചിട്ടായിട്ടുള്ള അതുപോലെ തന്നെ ചില ഒച്ചകൾ കേട്ടിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. അടുത്ത പ്രാവശ്യം അതിന് ചെയ്യാൻ ഞങ്ങൾ ശ്രമിക്കാം.
ഇതാണ് ഇതിൻ്റെ ഇനി മരത്തിൻ്റെ ഷെയ്ഡ്. ഈ ബേഡിൻ്റെ അനാട്ടമി ക്ലിയർ ചെയ്യണം. ഇതൊക്കെയുണ്ട്. ഓക്കെ, ബേഡിൻ്റെ ഷേപ്പും ഷെയ്ഡുമായി ഷെയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഷെയ്ഡ് ഇപ്പോൾ തന്നെ പൂർത്തിയാവുന്നതായിരിക്കും. ഇപ്പോൾ അധികമായിട്ട് ഷെയ്ഡ് കാണിക്കുന്നത് സിമ്പിളായിട്ടുള്ള ഷെയ്ഡാണ് കാണിക്കുന്നത്. എല്ലാവർക്കും ചെയ്ത് പഠിക്കാനുള്ള രീതിയിലാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഡാർക്ക് ലൈൻ ഇട്ട്, ഇപ്പം ഇങ്ങനെ ഡാർക്ക് ലൈൻ ഇടുമ്പോഴത്തേക്ക് ഓരോ തൂവലും ആ ഫെതേഴ്സ് എല്ലാം ഡിഫറെൻ്റായിട്ട് മാറി മാറി കാണാൻ പറ്റും. ഉണ്ടാ ഓരോ ഇതിൻ്റെയും ഷെയ്ഡ് കൂട്ടിയെടുക്കണം. ഡാർക്ക് കൂട്ടി ഈ ഫെതേഴ്സിൻ്റെ ഇവിടെ എടുക്കുമ്പോൾ അത് ഡിഫറെൻ്റ് ആണ്. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽ ഉണ്ട്, അത് അടുത്ത ക്ലാസ്സിൽ കാണിച്ചു തരാം. സിമ്പിളായിട്ടുള്ള ഡ്രോയിങ്ങാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ ഹൈലൈറ്റും ലൈറ്റും ഡാർക്കും ഷെയ്ഡും ഒക്കെ അടുത്ത ഇതിന് പറഞ്ഞു തരാം, അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരാം. ഇതിൻ്റെ ഷെയ്ഡിൻ്റെ പ്രത്യേകതകൾ. ഇപ്പോൾ ലൈറ്റും ഷെയ്ഡും തിരിച്ച് ഡ്രോയിങ് ചെയ്ത് കാണിക്കുന്നതേ ഉള്ളൂ. അടുത്ത ക്ലാസ്സിൽ അതിൻ്റെ ഷെയ്ഡും എല്ലാം കാണിച്ചു തരുന്നതായിരിക്കും. ഇനി ഇടയ്ക്ക് നമ്മൾ ചെയ്യുന്നതിൻ്റെ വർക്കിൻ്റെ കുറച്ച് വീഡിയോസും കൂടെ ഇടാം. ഫിഗറിൻ്റെ പ്രത്യേകമായി ഫിഗർ ഈസിയായി ചെയ്യാനും ഓയിൽ കളർ ഈസി ടെക്നിക്കലായിട്ട് ചെയ്യാനും വാൾ ടെക്സ്ചറുകളുടെ ഡിസൈനുകൾ, വാട്ടർ കളർ, അക്രിലിക്, പോസ്റ്റർ കളർ, ഫാബ്രിക്കൽ എല്ലാ പെയിൻറ്റിങ്സിൻ്റെയും ഭാഗങ്ങൾ കാണിച്ചു തരുന്നതായിരിക്കും. അതേപോലെ കൂടുതൽ കുട്ടികൾക്ക് മത്സരത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയുള്ള കളർ ഷെയ്ഡുകൾ, ഡ്രോയിങ്ങുകൾ ഇതൊക്കെ ചെയ്ത് കാണിക്കുന്നതായിരിക്കും. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇത് വരച്ച് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡെയിലി ഉള്ള വർക്ക് ചെയ്ത് കാണിക്കുന്നതായിരിക്കും. ഡിഫറെൻ്റ് ആയിട്ടുള്ള കളറ് പെൻസിൽ ഷെയ്ഡ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷെയ്ഡുകൾ എല്ലാം കാണിക്കുന്നതായിരിക്കും. കറണ്ട് പോയിരുന്നു. ഇങ്ങനെയുള്ള ഷെയ്ഡുകളെ എല്ലാം ലൈറ്റും ഡാർക്കുമായിട്ട് ലൈറ്റ് ആദ്യമേ ചെയ്യുന്നു. അതിൻ്റെ മുകളിൽ വൺ സൈഡ് ലൈറ്റ് കുറച്ച് ഇങ്ങനെ ചെയ്യും ലൈറ്റായിട്ട്. ഹാഫ് ടോണിൻ്റെ സൈഡിൽ ഒന്നുകൂടെ ഡാർക്കായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ അത് 3D എഫക്റ്റിൽ കാണിക്കും. ഓക്കെ, കറണ്ട് പോയതിനാലാണ് ഇച്ചിരി വീഡിയോസിന് ഇച്ചിരി ക്ലാരിറ്റി കുറയുമായിരിക്കും എന്ന് തോന്നുന്നു. കറണ്ട് പോയതിനാലാണ് ഷെയ്ഡ് ഞാനത് ഇങ്ങനെ കൈ ഇങ്ങനെ ഷാഡോ വരാതിരിക്കാനായിട്ട് വെച്ചിരിക്കുന്നത്. എല്ലാവർക്കും കാണത്തക്ക രീതി ചെയ്യാനാണ് കൈ ഇങ്ങനെ
വെച്ച് വരയ്ക്കുന്നത്. അത്രയ്ക്ക് കംഫർട്ടബിൾ അല്ല എങ്കിലും എല്ലാവർക്കും കാണണമെന്നുള്ള ഇതുകൊണ്ട് ഇങ്ങനെ വെച്ച് കൈ വെച്ച് വരയ്ക്കുന്നു. ആദ്യമായിട്ടായതുകൊണ്ടാണ് എക്സ്പ്ലനേഷന് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. നെക്സ്റ്റ് ഡേയിൽ എല്ലാം മാറ്റി തരുന്നതായിരിക്കും. ഓക്കെ, സിമ്പിളായിട്ടുള്ള ഒരു ഡ്രോയിങ് ഇപ്പോൾ കഴിഞ്ഞു. കുട്ടികൾക്കും വലിയവർക്കും ഇത് ചെയ്ത് പഠിക്കാവുന്നതാണ്. ഫസ്റ്റ് എങ്ങനെയാണ്, ആദ്യം ഒരു എഗ് ഷേപ്പിൽ ഒരു ലൈൻ സ്കെച്ച് ചെയ്യുന്നു. അതിൻ്റെ മുകളിൽ ഒരു ചെറിയൊരു സ്മോൾ സർക്കിൾ വരയ്ക്കുന്നു. അതിൽ നിന്നൊരു നീളത്തിലുള്ളൊരു ഓവൽ ടൈപ്പ് ഷേപ്പ് ഇങ്ങനെ വരയ്ക്കുന്നു. ചുണ്ട് വരയ്ക്കുന്നു. പിന്നെ മരത്തിന് ത്രികോണം പോലുള്ള ഷേപ്പിൽ ചുണ്ട് വരച്ചിട്ട് പിന്നെ ഷേപ്പ് ആക്കുന്നു. ഓക്കെ, ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. ഞങ്ങൾ ബൈൻഡപ്പ് ചെയ്യുന്നു. അതിനോടൊപ്പം കമൻറ്റ് ബോക്സിൽ ഈ ആർട്ടിക്കിളുമായിട്ട് ബന്ധപ്പെട്ട എന്ത് ചോദ്യങ്ങൾ ചോദിച്ചാലും അതിനുള്ള റിപ്ലൈ ഉടൻ തന്നെ നൽകുന്നതാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.